ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഇല്ലേ? അപ്പൊ 1 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇനി സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ എന്താ? സൈനും സൈൻ ഇൻവേഴ്സ് കൂടി വന്നേക്കുന്നത്, അതായത് എന്താവും അതിന്റെ വാല്യൂ? 1 മൈനസ് എക്സ് ഉണ്ടാവും, which is equal to 1 മൈനസ് എക്സ് പിന്നെ സ്ക്വയർ ഉണ്ട് കൊണ്ട്, അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ടാവും. ഇതാണോ? ഇത് നമുക്ക് സൈൻ സ്ക്വയർ അല്ലേ? അപ്പൊ അതിനെ നമുക്ക് ഈ സ്ക്വയർ നമുക്ക് ഇപ്പൊ നോക്കിക്കേ, സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ? സൈൻ എക്സ് ഹോൾ സ്ക്വയർ എഴുതാറില്ലേ? അത് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എന്തോ എന്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഡെറിവേറ്റീവ് അത് ജസ്റ്റ് വന്നത് എങ്ങനെയെന്ന് മാത്രം, ഇതിന്റെ വാല്യൂ ശരിക്കും കാണു പഠിച്ചാൽ മതി അതെങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിക്കേ, നമ്മള് ഇവിടെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഈ സൈനും സൈൻ ഇൻവേഴ്സും കട്ടായി പോയിട്ട് എക്സ് സ്ക്വയർ എന്നാവും. അപ്പൊ കോസ് സ്ക്വയർ വൈ ആണല്ലോ 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ കോസ് വൈ എന്താകും? കോസ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താവും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതായത് ഡെറിവേറ്റീവ് ഓഫ്, ഇപ്പൊ എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിച്ചത്? ഇപ്പൊ നമ്മള് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ശരിക്കും നിങ്ങൾ ഈ വാല്യൂ എന്ത് ചെയ്താൽ മതി? കാണാതെ പഠിച്ചാൽ മതി. ഇത് എങ്ങനെ വന്നെന്നുള്ളതാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇത് ചോദിക്കില്ല, ടെസ്റ്റിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ചോദിക്കുമോ? നിങ്ങൾക്ക് പഠിപ്പിച്ചായിരുന്നു വാല്യൂ മാത്രം പഠിച്ചാൽ മതി. ഇത് വന്നത് ഇങ്ങനെയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് എഴുതിയെടുത്തേ. പേജ് നമ്പർ ടെക്സ്റ്റില് 124. ഇതിൽ 124 ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് പഠിക്കണം, കാണാണ്ട് കോസ് ഇൻവേഴ്സ് എക്സിന്റെ പഠിക്കണം, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പഠിക്കണം. 124 ഇതിൽ 124 ആണ്. 5.3.3 ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഫൈൻഡിങ്ങിന്റെ അറിയാം. അതായത് ടാനിന്റെ പഠിച്ചാൽ കോട്ടിന്റെ റെസിപ്രോക്ക് എടുത്താൽ മതിയല്ലോ. അപ്പൊ കൊസീക്ക് അതിന്റെ എല്ലാത്തിന്റെ കാര്യം പഠിക്കണം കേട്ടോ. എന്നാലും നമുക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. നിനക്ക് കാണാൻ പറ്റും, ഫ്രണ്ടിലോട്ട് വരണം. അതിനൊരു കണ്ടിങ്ങനെ കാണിക്കാം. അഭിരാമി എന്തൊക്കെ ലേറ്റ് ചെറിയ പ്രോബ്ലം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെ ഓരോന്നിന്റെ വാല്യൂ കാണാൻ പഠിക്കണം. പലവരെയാണ് പഠിക്കണം. ഓക്കെ, അടുത്ത പ്രോബ്ലം എക്സസൈസ് 5.3 10th ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് വേണം. ചെയ്തില്ലേ നമ്മള്? അല്ല സോറി, 9th ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ നേരത്തെ കണ്ടിട്ടതാ 9th ക്വസ്റ്റ്യൻ. Y is equal to sin inverse of 2x by 1 plus x square. അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറയുന്നത് sin inverse 2x by 1 plus x square.
ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താ? എക്സ് ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ എന്ത് വരണം? സൈനുമായിട്ട് റിലേറ്റഡ് ഇക്വേഷൻ ആക്കിയത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇക്വേഷൻ എങ്ങനെയാവും? സൈൻ ഇൻവേഴ്സ് 2 into 2 tan theta by 1 plus tan square theta. Plus 1 ന്റെ ടെക്സ്റ്റിന് ആ ട്രിഗോണോമെട്രിയുടെ ആ പേജ് ഒന്ന് വരും. ലാസ്റ്റ് രണ്ട് കുറേ ഇക്വേഷൻസ് ഉണ്ടാവും ലാസ്റ്റ്. ഇതെന്താ? 2 tan theta by 1 plus tan square theta ഏത് ഇക്വേഷനാ? sin 2 theta അല്ലേ? അപ്പോൾ sin inverse of sin 2 theta is equal to sin inverse of sin 2 theta. which is equal to 2 theta. ഇനി തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? tan inverse x കൊടുക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? സിംപ്ലിഫൈ ചെയ്താണ് കേട്ടോ. അപ്പൊ തീറ്റയ്ക്ക് വരെ ആരെ കൊടുക്കണം? ഇത് കണ്ടോ? തീറ്റയ്ക്ക് വരെ എന്താവും? തീറ്റ is equal to tan inverse x ആവും. അപ്പൊ 2 tan inverse x is equal to 2 tan inverse x. ഇങ്ങനെ വരും. തന്നിരിക്കുന്ന given ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്താണ് ഇത്. അപ്പൊ നമ്മുടെ y എന്താ? ഫംഗ്ഷൻ ഇതാണ്. y equal to 2 tan inverse x. അപ്പൊ tan inverse x ന്റെ ഡെറിവേറ്റീവ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്താ tan inverse x ന്റെ ഡെറിവേറ്റീവ്? അപ്പൊ 2 into ആ ഡയറക്റ്റ് ആയി ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. എന്താണ്? 1 by 1 plus x square അല്ലേ? അപ്പൊ 2 by 1 plus x square. ഒന്നുമില്ല പഠിക്കണം. given equation എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ? അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് 9. tan inverse of 3x minus x cube by 1 minus 3x square അതല്ലേ? അപ്പൊ അവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ? അപ്പൊ x is equal to എന്ത് കൊടുക്കാം? tan theta കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്താവും? ഓൾ ഇക്വേഷൻ become tan. അവിടെ ഇക്വേഷൻ എന്താ? tan inverse എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങണം അല്ലേ? അപ്പൊ tan y is equal to എന്തായിരുന്നു? y is equal to tan inverse 3x minus x cube by 1 minus 3x square. അപ്പോൾ ഇവിടെ tan inverse of tan എന്ന സംതിങ് ആണ് വരേണ്ടത്. എന്നാൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നിങ്ങൾ ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ എന്ത് വരും എന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ x is equal to tan theta ആണ് കൊടുക്കുന്നത്. Equal to x is equal to tan theta. Equation എങ്ങനെ വരും? y is equal to tan inverse tan theta by tan 2 theta by 1 minus 3 tan square theta. പിന്നെ എന്തിന്റെ ഇക്വേഷൻ ആയി? tan 3 theta ഇക്വേഷൻ. അപ്പോൾ y equal to എന്തായി? tan inverse tan 3 theta. എന്തായാലും അതിനാ വാല്യൂ? y equal to 3 theta 3 into 1 by 1 plus x. അല്ലടാ
തീറ്റയ്ക്ക് വരും നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ തന്നെ തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിക്കും. ടാൻ ഇൻവേഴ്സ് എക്സ് അപ്പോൾ 3 ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർ 3/1 പ്ലസ് എക്സ് സ്ക്വയർ. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. Substitution. Inverse of cos 2 theta കിട്ടും. x ന് വാല്യൂ കൊടുക്കുമ്പോൾ cos inverse അപ്പോൾ എന്താ വെച്ചാൽ fy is equal to 2 theta ബാക്കിയാണ് എഴുതുന്നില്ല. tan inverse 2/1 മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈനൽ ആൻസർ 2/1 പ്ലസ് x സ്ക്വയർ dy/dx ആണ്. എന്തോ -2 ആണ്. -2 അല്ലല്ലോ 2 cos 2 theta. എടാ അത് ഇതെങ്ങനെ വരും? ഇക്വേഷൻ cos inverse of cos 2 theta എന്ന് വരും. cos inverse of cos 2 theta. cos പോയി 2 theta എന്ന് മാത്രമേ ഉള്ളൂ. theta is equal to tan theta എന്നല്ല നമ്മൾ എടുക്കുന്നത്. അതെ, theta is equal to tan inverse x. അടുത്തത് 12th ക്വസ്റ്റ്യൻ കേട്ടോ. അവിടെ x equal to tan theta. അവിടെ 1 minus tan square theta by 1 plus tan square theta എന്ന് പറയുന്നത് cos 2 theta ആണ്. Sin inverse അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ cos 2 theta നെ sin ആയിട്ട് മാറ്റും. 5/2 minus 2 theta എന്ന് പറയും. cos 2 theta ഇല്ലേ പറഞ്ഞത്? cos 2 theta നെ നമ്മൾ sin ആംഗിളിലോട്ട് മാറ്റും. അത് ഫംഗ്ഷനല്ല, അത് ഇക്വേഷൻ അല്ല, അത് മറ്റേ കൺവേർഷനാണ്. ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഏതാ cos അല്ലല്ലോ? sin inverse അല്ലേ?
സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ കിട്ടണ്ടേ നമുക്ക്. അപ്പൊ ഇതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? സൈനിന്റെ ഫംഗ്ഷനിലോട്ട് മാറ്റണം. അതിന് നിങ്ങൾ 11th പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? π/2 മൈനസ് എന്താണ് ഇവിടുത്തെ തീറ്റ ഏതാണോ അത് കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/2 മൈനസ് 2 തീറ്റ. അപ്പൊ ഇതെന്താവും? എന്താവും അഭിരാമി? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് π/2 മൈനസ് 2 തീറ്റ. ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. π/2 മൈനസ് 2 ഇൻറ്റു tan ഇൻവേഴ്സ്. അപ്പോൾ π/2 ന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. dy/dx π/2 ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2 ഇൻറ്റു 1/1 പ്ലസ് x മൈനസ് 2/1 പ്ലസ് x ആണ് അതിന്റെ ഡെറിവേറ്റീവ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മെജോറിറ്റി x equal to tan theta ആണ് കൊടുക്കുന്നത്. അടുത്ത ഇക്വേഷൻ cos inverse of 2x by 1 plus x. അത് നിങ്ങൾ തന്നെ ചെയ്തു പറയാൻ ആൻസർ. ടെക്സ്റ്റ് ഇല്ലാതെ എഴുതണം. y is equal to tan cos inverse of 2x by 1 plus x ന് tan theta കൊടുക്കണം. cos π/2 പ്ലസ് ഓർ മൈനസ് ചെയ്താൽ മതി. എന്താണ്? ഇത് പ്ലസ് ആണ് മൈനസ് ആണ് ചെയ്യുന്നത്. π/2 പ്ലസ് മനസ്സിലായോ? അല്ല ആംഗിൾ സൈനിനെ കോസ്റ്റിലേക്ക് ആക്കണ്ടേ? ഇവിടെ ഇപ്പോൾ cos inverse അപ്പോൾ അതിന് ഏതാണ് യൂസ് ചെയ്യുന്നത്? മൈനസ് ആണ് പ്ലസ് ആണ്? π/2 മൈനസ് π/2 പ്ലസ് theta by 1 plus tan theta ഏതിന്റെ ഇക്വേഷൻ ആണ്? 2 tan theta by 1 plus tan theta സൈൻ നോക്കിയിട്ട് അല്ല സൈൻ എങ്ങനെയാണ് ക്ലോസ് എന്താണ് tan ഇവിടെ വരും. പക്ഷെ ആ ഇക്വേഷൻ എന്തിന്റെ ഇക്വേഷനാണ്? മനസ്സിലായി? tan ഇക്വേഷൻ ഉള്ളിൽ വരേണ്ട 2x-ന്റെ വാല്യൂ അല്ലേ വരേണ്ടത്? ഇതിവിടെ tan theta വന്നപ്പോൾ ഇത് ആരുടെ ഇക്വേഷൻ ആയിട്ട് മാറും? ഇതിന്റെ തെറ്റുണ്ട് കേട്ടോ. ഇത് ആൻസർ കിട്ടിയാ? എത്ര കിട്ടിയ ആൻസർ? ഇത് കഴിഞ്ഞ 14ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ? അത് 4 y is equal to sin inverse of 2x root of 1 minus x square. Sin inverse of sin something വരണം അവിടെ. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് x is equal to sin theta കൊടുക്കുക സബ്സ്റ്റിറ്റ്യൂഷൻ. എന്നിട്ട് ഇക്വേഷൻ എങ്ങനെ വരുന്നത് പറയാം. കോഷ്യൻ റൂളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പഠിച്ചായിരുന്നാണ്. പ്രോഡക്റ്റ് റൂൾ കോഷ്യൻ റൂളൊക്കെ 11th പഠിച്ചാണ്.
പോസിറ്റീവ് തന്നെ നെഗറ്റീവ്. ശരിയാ? എന്താ ഫൈനൽ ആൻസർ കിട്ടിയത്? 2 by root of 1 minus x square. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. കഴിഞ്ഞത്. ഇതേവരെ കിട്ടിയില്ലേടാ? ഇല്ല. പതി ചെയ്താണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് x is equal to cos theta. Cos question 15 sec square of x square. Secant x into 1 by 2x square minus 1. ഇവിടെ x is equal to cos theta. X is equal to cos theta. ചെയ്താലോ? I equal to sec inverse 1 by 2 cos square theta minus 1. 2 cos square theta minus 1 എടുത്ത് നോക്കാം. cos 2. I equal to sec inverse 1 by cos 2 theta എന്ന് പറയുന്നത് അതിലെ ഫോർമുല എന്താണ്? sec inverse sec 2 theta is equal to 2 theta is equal to y equal to 2 theta, y equal to 2 cos inverse x കേട്ടോ. cos inverse x വരെ അറിയിച്ചത് minus 1 by 2 ഞാൻ ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് ഇൻവേഴ്സ് ഉണ്ട്. കിട്ടിയടാ ഇതിന്റെ ഫേസ് കാണാൻ വേണ്ടി കളി കളിക്കും. അത് ഇതെവിടെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ തിരിയുടെ കാര്യം എഴുതിയാണ്. എല്ലാത്തിനും 10 questions ഉണ്ട്. എല്ലാം പഠിച്ചിട്ടുണ്ട്. മൂന്നെണ്ണ ബാക്കി മൂന്നെണ്ണം എടാ അതിന് മൈനസ് ഇട്ടാൽ മതി. എത്ര ഉള്ളോ എല്ലാത്തിൻ്റെ അത്ര ഉള്ളോ. സൈനിനാണെങ്കിൽ 1 by അല്ല സോറി കോട്ടിന് മാത്രം കോട്ടിന് വേണ്ടി മൈനസ് ഇട്ട് ടാൻ്റെ മൈനസ് ഇട്ടാൽ മതി. ബാക്കി രണ്ട് ഡിഫറെൻ്റ് പഠിക്കാൻ മനസ്സിലാവും. ഈ മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ടോ? ഇവിടെ എത്തിയിട്ടില്ലോ. ഇവിടെ പഠിക്കും. നേരെ തിരിച്ചിട്ടാൽ മതി.
സീക്കിന്റെ 1 by x into root of x square minus 1 കൊസീക്കിന്റെ മൈനസ് ഉണ്ട് സീക്കിന്റെ 1 by x into root of x square minus 1 മൈനസ് 1 അതിൽ മൈനസ് ഇട്ടാ കൊസീക്കോ മൈനസ് ഉണ്ട് കോട്ടിന് മൈനസ് ഉണ്ട് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ഉണ്ട് പ്ലസ് എക്സ് സ്ക്വയർ എല്ലാം ഞങ്ങൾക്ക് പഠിച്ചായിരുന്നു 10 ഇത് പഠിച്ച് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ 25 നിങ്ങളെക്കാളും കൂടുതൽ പഠിക്കുന്നു പിന്നെ വെള്ളം കിട്ടുന്നു മാത്സ് പഠിച്ചാ ലോഗരിതം ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടായി മനസ്സിലായോ എക്സ്പോണൻഷ്യൽ ഇറേഷ്യൽസ് അല്ലേ ഞങ്ങൾക്ക് ചാപ്റ്റർ പഠിച്ചു തറവി ആ മേടിക്കണം കേട്ടെ ഈവനോടാ അതായത് മൂന്നോളാം ഇവർക്ക് മൂന്നുണ്ടായിരുന്നു അത് മാത്രം ഇന്നല്ല ഇതിന്റെ 1/x root x square minus 1 x into cosec minus 1/x into root x square minus 1 cot ന്റെ minus 1/root minus 1/x plus x sin 1/2 cos 1/x minus and 1/1 plus x സബ്സ്ക്രിപ്ഷൻ കിട്ടില്ല സിമ്പിളിനെ backwards അല്ല ഞാൻ ഒരു സ്ട്രേറ്റ് ലൈനിലാണ് സൈൻ ക്രോസ് ക്രോസ് ടാൻ കോട്ട്
അല്ല എക്സിന്റെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 by root of x into root of x square minus. അതിനാണ് cos inverse x. minus 1 by root of 1 minus x. Cosec inverse x. Sec 1 by mod x of square is Minus 1 by cot inverse x. minus 1 by 1 plus x. Derivative പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് exponential. Exponential log. Polynomial function എന്താണെന്ന് അറിയാലോ? എന്താ polynomial function? X plus some minus. അതായത് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? polynomial function എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഈ നോക്കിക്കേ ഇത് ഏത് ഫംഗ്ഷനാ? കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ പേര് അല്ലല്ല ഫംഗ്ഷൻ എന്ത്? f of x equal to x. ആ പറഞ്ഞു. Identity function. ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? f of x is equal to x അല്ലെങ്കിൽ എന്താ ഇത് y equal to x അതായിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഇത്. അപ്പോൾ നമ്മൾ y equal to x സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ മോളോട്ട് പോകും, താഴോട്ട് പോകും. മോളോട്ട് പോകും. അപ്പോൾ ഇത് y equal to x. അടുത്ത എന്താ? y equal to x സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഫംഗ്ഷന്റെ വാല്യൂ പർട്ടിക്കുലർ വാല്യൂന്ന് മോളോട്ട് പോകും. x ക്യൂബ് ആകുമ്പോഴത്തേക്കോ മോളോട്ട് പോകും. അപ്പോൾ എക്സിന്റെ പവർ കൂടുന്നതനുസരിച്ച് എന്താ ഈ ഒരു വാല്യൂ എങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കും? y ആക്സിസ് കൊണ്ട് അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസ് ആണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, അതായത് എക്സ് ഈക്വൽ ടു ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 10 റേസ് ടു എക്സ് എന്ന് വെച്ചാൽ എന്താ? 10 റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എക്സ് എന്താ? എക്സിന്റെ വാല്യൂ 10 ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതാണ് ശരിക്കും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇത് ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് പോസിറ്റീവ് ബേസ് b is greater than equal to 1. അതായത് കോമൺ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് ബേസ് 10 എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇവിടെ ബേസ് 10 ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഇത്. ഇനി നമ്മൾ ബേസിക്കലി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പറയുന്നത് e raised to x എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x. e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x. ഇതൊക്കെ അത്ര പഠിക്കാനുള്ളൂ. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x. അപ്പോൾ e raised to 2x ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ആദ്യം e raised to x ന്റെ ഡെറിവേറ്റീവ് എടുക്കാം. അതെന്താ? e raised to x. അപ്പോൾ ഇവിടെ e raised to x ന് പകരം എന്താ? e raised to 2x. പിന്നെ ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? 2 ന്റെ ഡെറിവേറ്റീവ്. ഈ 2x ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ചെയ്യണം. അപ്പോൾ e raised to cos x ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ആദ്യം നമ്മൾ തന്നെ എക്സ്പോണൻഷ്യലിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതെന്താ? e raised to cos x തന്നെ ഇൻറ്റു പിന്നെ ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? cos x ന്റെ ഡെറിവേറ്റീവ്. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് sin x. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. അടുത്തായിരിക്കും കോഷ്യൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? u by v അതറിയാലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അടുത്തത് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഗിവൻ ഫംഗ്ഷൻസ്. ഫസ്റ്റ് വൺ e raised to x square, e raised to 3x, e raised to x cube, e raised to sin inverse x,
വേറെ 3x square വേറെ ഇവിടെ ചെയ്യാം ഇത് സൈൻ ഇൻവേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈനൽ 1 e raised to x by sin x. e raised to sin inverse x കിട്ടിയോ? sin inverse x ന്റെ ലിമിറ്റ് ഉണ്ട്. ആ അത് എഴുതണം അത് എഴുതണം. നമ്മുടെ ക്വസ്റ്റ്യൻ കൂടെ ക്ലിയർ ആക്കാം. എന്താണ്? Minus. First function into derivative of second minus second function into derivative of first by derivative numerator ന്റെ first second denominator square. ശരിയാ? എത്ര e raised to x by sin x ന്റെ last e raised to x into sin x e raised to x into sin x sin x minus cos x by sin square x. sin square x. Another question, e raised to tan inverse x. Then the sine of tan inverse of e raised to tan inverse. ഇത് കഴിഞ്ഞാല് ഇത് കേട്ടോ. അതല്ലോ ഏതാ? അല്ല ഓവർ e raised to x. അങ്ങനെയുണ്ടല്ലോ പറഞ്ഞത്. അടുത്തത് e raised to x plus e raised to കിട്ടിയത്.
tan inverse x into e raised to tan inverse x. by 1 by square. Y ആ. Y ആ. by ആ, by 1 by square. 1. 1 plus square. അടുത്തേക്ക് ഇയാള് പറഞ്ഞേ e raised to x. So e raised to x plus ആ e raised to x square into 2x ആ plus e raised to x raised to 5 into 5x raised to അഞ്ചര എഴുതിയാൽ കുഴപ്പമില്ല എഴുതിയാലും കുഴപ്പമില്ല എഴുതാനോ കേട്ടോ ശരിക്കും എഴുതിയ കുഴപ്പമൊന്നുമില്ല ആളെ പൊട്ടനാക്കണ എഴുതിയ കുഴപ്പമില്ലടാ എഴുതിയതിന് കുഴപ്പമില്ല ഇവിടെ ഇവിടെ ഡോട്ട് ഇട്ടാൽ മതി എഴുതാനല്ലേ ബോർഡ് എക്സാമിന് ഇപ്പോൾ ഡോട്ട് അടുത്തത് ലോഗരിതം 5 മിനിറ്റിലേക്ക് സമയമായോ ഇതൊന്നും ഒന്നുമല്ല ക്ലാസ്സിൽ ഇരുന്നേ ഇതിനെക്കാളും ഫസ്റ്റ് ആയിട്ട് നടന്നു പോകാം. എക്സസൈസ് ഒക്കെ ഒരു ക്ലാസ് നിങ്ങളുടെ ശരിയിലാണ് പോകുന്ന ക്ലാസ് അറിയാമോ ഇനി ഇടയ്ക്ക് ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാറുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് ഒരു ദിവസം എത്ര ഉണ്ട് മാക്സിമം മാത്സിൽ 2 പീരീഡ് ഉണ്ട് 40 മിനിറ്റ് 40 മിനിറ്റ് ആവറേജ് എല്ലാ ദിവസവും 2 അവർ ഉണ്ടോ 2 പീരീഡ് 3 ദിവസം ഓരോ പീരീഡ് എഴുതും 3 ദിവസം 2 പീരീഡ് ആ പക്ഷേ ഞങ്ങളുടെ ഫ്രീ പീരീഡ് പോകും അത് 5 ദിവസം 2 പീരീഡ് ഞങ്ങൾ ഫിസിക്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ
ചെസ് കളിക്കണം. എനിക്ക് 2�3 = 8 ആണല്ലോ. അപ്പൊ ഇതിന് നമുക്ക് ലോഗ് വെച്ചിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ലോഗ് 2a, അതായത് 8ന് എന്താണ് ഏതോ ഒരു അതായത് 8ന് ഇതിന്റെ അർത്ഥം എന്താ? 2ന്റെ ഏതോ ഒരു പവർ കൊടുക്കുമ്പോൾ 2ന് ഏതോ ഒരു പവർ കൊടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 8 കൊടുക്കും. അതാണ് 3. ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലോഗരിതം 2�3 നമുക്ക് എങ്ങനെ എഴുതാം? log 2 to the base 2 8 എന്ന് എഴുതാം. ഇത് = 3. അതായത് ഇവിടെ എഴുതിയേക്കുന്നത് അടിയിൽ എഴുതണം, ആൻസർ 8 എഴുതണം. ഏത് ക്യൂബ് 8ന് അല്ല 2ന് ഏതിന്റെ പവർ കൊടുക്കുമ്പോഴാണ് 8 കിട്ടുന്നത്. അതാണ് ഇതിന്റെ ലോഗരിതം ഫംഗ്ഷന്റെ. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ log x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? 1/x ആണ്. അതായത് log x ന്റെ ഡെറിവേറ്റീവ് = 1/x. പിന്നെ നമ്മൾ എന്താ log x ന്റെ ഡെറിവേറ്റീവ് അപ്പോൾ നമുക്ക് log of cos x എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡെറിവേറ്റീവ് 1/cos x. പിന്നെ ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? cos x ന്റെ ഡെറിവേറ്റീവ് എടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ ഈച്ച് ആൻഡ് എവറി ടൈംസിന്റെ ഡെറിവേറ്റീവ് ഏതാ? അല്ലല്ല x. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പിന്നെ ലോഗിനെ കുറിച്ചിട്ടുണ്ട്. ലോഗ് എ ബി എന്ന് പറയുന്നത് ലോഗ് ബേസ് എ ബി എന്ന് പറയുന്നത് നമുക്ക് ലോഗ് ബേസ് എ പ്ലസ് ലോഗ് ബേസ് ഇങ്ങനെ എഴുതാം. മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ എഴുതാം. പിന്നെ അതുപോലെ ലോഗ് x/b = ലോഗ് x/y എന്ന് പറയുന്നത് log x മൈനസ് log y ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ എഴുതില്ല. Find the derivative of log cos of e raised to x. അതൊക്കെ ടെക്സ്റ്റ് വേണോ? ടെക്സ്റ്റില് ഫസ്റ്റ് log cos of e raised to x. y is equal to അവൻ ചെയ്ത് cos ആണ്. cos e raised to x. എന്താ കിട്ടിയ ഫൈനൽ ആൻസർ? അതാണ് കിട്ടിയത്. മൈനസ് e raised to x into tan e raised to x. കിട്ടിയ എല്ലാവർക്കും? ഇതൊക്കെ ഉണ്ടോ? കിട്ടിയില്ല. എന്താ പറഞ്ഞേ? ആദ്യം log x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1/cos e raised to x. ഇനി എന്താ? cos x ന്റെ ഡെറിവേറ്റീവ്. cos of something അല്ല കിടക്കണം. അപ്പോൾ cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് sin e raised to x. ഇനി ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? e raised to x ന്റെ ഡെറിവേറ്റീവ്. അതെന്താ? e raised to x. അപ്പോൾ sin e raised to x cos e raised to x എന്താ? മൈനസ് tan e raised to x.
ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചാൽ log of x squared minus 1. Into 2x. Second question. Sec x cosecant tan sec square x by tan x. Log of tan x അല്ലേടാ? Sec square x by tan x. Six square x by Tan x. അല്ലെങ്കിൽ sec x cosec x. ആണോ അത്? Yes. രണ്ടാമത്തെ രണ്ടാമത് 2x by x square. അതല്ല tan x അല്ല sec square x by tan x. ഞാൻ simplify ചെയ്തു. sec square x by tan x. ഇതില് 2 cosec x 2x ആണ്. അങ്ങനെ വരുന്നുണ്ട് എപ്പോഴെങ്കിലും സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ. എനിക്ക് കിട്ടുന്നത് cosec x sec x ആണ്. 2 ഇല്ല. അത് ഫോർമുല ഉണ്ടോ? cosec x sec x. Log of tan x. cosec Log of x tan by x ന്റെ ഡെറിവേറ്റീവ് 1 by tan x. ഇത് sec പിന്നെ square. sec square x അത് sin by sin cos theta. ഇനി cosec x sec x cosec x sec x. അല്ലെങ്കിൽ sin x ന്റെ ഡെറിവേറ്റീവ് വന്നല്ലേ അപ്പോൾ റിലേറ്റ് ചെയ്തു. ഇതിനെ നമുക്ക് ടാനിന്റെ ഒരു മാറ്റിയിട്ടുണ്ട്. 1 by tan എന്ന് പറയുന്നത് എന്താക്കിയത്? sin by cos. അത് അത് cos by x by sin x. sin x. into 1 by sin cos square. 1 to 1 by cos square x. which is equal to എന്ത് പറഞ്ഞു? ഈ cos ഉം ഇതും ഇത് കട്ട് ചെയ്തിട്ടുണ്ട് അവര്. കോസും കോസ് സ്ക്വയറും കട്ട് ചെയ്ത് 1 by sin x cos x എന്ന് പറഞ്ഞു which is equal to എന്തായി? 1 by sin x cos x. ഇങ്ങനെ എഴുതാം. പിന്നെ അവൻ എന്ത് ചെയ്യുന്ന ഹോള് താഴ്ത്തിട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 cosec 2x ആണ്. ആ 2 cos x. ഹോള് താഴ്ത്തി ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ 2 sin x cos x. അപ്പം 1 by 2 ഇത് നമുക്ക് cosec 2x. ഇവിടം വരെ എഴുതിയാലും മതി കേട്ടോ. ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്നില്ല. ഇവിടെ എഴുതിയാലും മതി. മാക്സിമം ഇത്രയൊക്കെ ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് കളയാനുള്ള കിട്ടിയാ കിട്ടിയാ ഇതാണോ? ഇത് മാറ്റാം. മാറ്റാം. ഏതാ answer? പക്ഷെ അവിടെ sec square x ന് 1 by cos square x ഉണ്ട്. ആ 6 square x ന് 1 by cos square x. ഈ cos സ്ക്വയർ കൂടി കട്ടാക്കി. 1 by tan ന്റെ sin x by cos x. ഇതാണോ? അത് reciprocal. ആ അത് റെസിപ്രോക്കൽ. ഇവിടെ കളിച്ചാ ചിലപ്പോൾ അത് 3 മാർക്കിന്റെ അല്ലെങ്കിൽ 2 മാർക്കിന്റെയൊക്കെ ആണെങ്കിൽ എനിക്കൊരു 1 മാർക്ക്. ഇത് എന്തായാലും നിനക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ഏതാണ്? ഇക്വേഷനിലോട്ട് ആക്കാൻ അവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. log of x. ഇനി ഇതിന്റെ ആൻസർ എത്രയാണ്? തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഏതാ? ആ 4 2x square minus 3 into 4x. Fourth one log sec x plus tan x. sec x കോമൺ എടുക്കാൻ. അവിടെ എന്താ അതൊക്കെ ചെയ്യണം. വേറെ പണിയില്ല. പിന്നെ നിനക്ക് നീ എന്തിനാ അവിടെ പോയിരിക്കണം? ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര വേറെ പണിയില്ല. sec x plus tan x അല്ലേ? sec x ഒക്കെ cancel ആവും. sec x മോളിൽ നിന്ന് കോമൺ എടുക്കാം. മോളിൽ common എടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇതാണ് tan x plus പിന്നെ അത് cancel. അതാ sec x by tan x. plus tan x.
ഇവിടെ ഇതിന്റെ സീക്വൻസ് tan x പ്ലസ് സീ സ്ക്വയർ അത് വായിക്കണോ? ഇത് സീക്വൻസ് കോമൺ ആണ് ലാസ്റ്റ് സീക്വൻസ്. മുകളിൽ താഴെ സീക്വൻസ് പ്ലസ് tan x സീക്വൻസ് പ്ലസ് tan x അത് ക്യാൻസൽ അതാണ് ആദ്യം സീക്വൻസ് നോക്കണം. നിങ്ങൾക്ക് ലാസ്റ്റ് ഇങ്ങനെയാണ് വൺ ബൈ സീക്വൻസ് പ്ലസ് ടാൻ എക്സ് സീക്വൻസ് ടാൻ എക്സ് പ്ലസ് സ്ക്വയർ എക്സ് ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുത്ത് ലാസ്റ്റ് കിട്ടുന്നത്. ഇതിൽ നിന്ന് ഇവിടെ സീക്വൻസ് ഉണ്ട്, ഇവിടെ സീക്വൻസ് അതിനെ പുറത്തെടുക്കുക. അപ്പോൾ എന്താവും? ഇത് സീക്വൽ ടു സീക്വൻസ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സീക്വൻസ് ബൈ ഇതും ഈ പുറത്തെടുത്ത സീക്വൻസ് അല്ലേ? വേണ്ട, ഇത് രണ്ട് കട്ടക്കുകളെ മൈനസ് 3 അരുന്ധതി വന്നില്ലേടാ? അരുന്ധതി വന്നായിരുന്നോ? ഇല്ല. അവിടെ എക്സാം ആയിട്ട് എപ്പോഴാണ്? അറിയില്ല, വേറെ ഒന്നും. അരുന്ധതിയുടെ ക്ലാസ്സിലാണോ സ്കൂളിലാണോ പഠിക്കുന്നത്? അതല്ല, ഞാൻ NCS, പവൻസിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? പവൻസിലാ? അഞ്ചാമത്തെ എത്രയാണ്? അഞ്ചാമത്തെ എത്തിയാ? അഞ്ചാമത്തെ എത്തിയാ നിങ്ങൾക്ക്? എത്ര കിട്ടി? അതിലും പിന്നെ കോമൺ ആണ്. കോമൺ എടുത്തത്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായാലും dy by dx 1 by x plus root of square plus 1 into derivative of ഇത് എങ്ങനെ വരും? x ന്റെ ഡെറിവേറ്റീവ് 1 പിന്നെ x square root of x square plus 1 ന്റെ ഡെറിവേറ്റീവ് 1 by 2 root x square plus 1 അറിയോ? അല്ല മേഡം 1 പ്ലസ് ആ അല്ല അതിന് മുമ്പ് 1 പ്ലസ് ഇല്ലേ? X ന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ? x ന്റെ ഡെറിവേറ്റീവ് 1 വരും ട്ടോ. ഈ x ന്റെ ഡെറിവേറ്റീവ് എക്സാം എക്സ് സ്ക്വയർ ആയി into 1 plus അതിന്റെ ഇത് വരും. നീ എന്തിനാ into പിന്നെ എത്ര ഡെറിവേറ്റീവ് വരും? x square ന്റെ ഡെറിവേറ്റീവ് 2x അതൊക്കെ X square ആണ്. x square ആണോ? ഇത് ചിലപ്പോ ഡെറിവേറ്റീവ് എടുക്കണേ ഉണ്ടാവും. 3 മാർക്കിന് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ചില സാറന്മാർക്ക് അത് അവിടെ നിന്ന് 2x അത് X square x root of square X square. പക്ഷെ അതിന് കൂടി ഡെറിവേറ്റീവ് h and every time എടുക്കണം. ഇത് അടിപൊളി. അപ്പൊ ഇതിനൊക്കെ സിമ്പിൾ ജോലി ഒക്കെ ഉണ്ടാക്കാലോ. ആ. ആസ് എ വെക്ടർ അതിന് ക്രോസ് കണ്ടിട്ട് ചെയ്യാം. ആ അതായത് x square plus 1 into 1 plus x by ഇത് മനസ്സിലായില്ല? 2x plus x square
അതല്ല 1+ അല്ലേ അവിടെ 2x മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇത് കഴിഞ്ഞ് ഇൻറ്റു 2x അതങ്ങനെയല്ല അത് ഹോളിൽ വേണം മേഡം അവന് ഉദ്ദേശിച്ച് 1+2 ഇൻറ്റു 1 അതില്ലേ അത് ഒരെണ്ണാണ് 2x വേറെയാണ് ഇതിന്റെ അല്ലേ ഇതിന്റെ ഡെറിവേറ്റീവ് അല്ല log x ഒരെണ്ണം പിന്നെ മറ്റേത് ഫുൾ ഒരെണ്ണം അതിനകത്ത് കിട്ടിയാ അതിനാണ് കാരണം 1/√x² + 1 കിട്ടിയാ ഇത് പുറത്തേക്ക് ഇത് കട്ടായി പോലെ അതെ കട്ടായി പോകും log of log x. അപ്പോൾ ഞാൻ പറയും ഇതെന്നെ കൊണ്ടുവരും അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ള ആദ്യം 1/. കഴിഞ്ഞാ അല്ല ഇനി 1/. ലോഗിന്റെ ഡെറിവേറ്റീവ് log of x ആണ് 1/log x. log x ന്റെ ഡെറിവേറ്റീവ് 1/x. ഇല്ല log x അല്ലേ ഇവിടെ